അപ്പൊ ഗൈസ് ടി.വി.കെ ദളപതി വിജയ് കൊണ്ടുവന്ന ടി.വി.കെ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വൻ വിജയത്തോട് കൂടിയിട്ടാണ് തമിഴ്നാട്ടിൽ അധികാരത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ പലർക്കും അറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെ ന്യൂസുകളിലായിട്ടും സോഷ്യൽ മീഡിയയിലൊക്കെ ആയിട്ട് ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആളുകളാണ് അവരെ രാഷ്ട്രീയത്തിൽ, അതായത് വിജയ് പാർട്ടിയിൽ MLA ആക്കി എടുത്തിട്ടുള്ളത്. ഒരുപാട് അഡ്വക്കേറ്റ്, അതുപോലെ തന്നെ എഞ്ചിനീയർമാര്, ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഒരുപാട് ആളുകൾ, അങ്ങനെ ഡോക്ടേഴ്സ്, ഇങ്ങനെ തുടങ്ങിയിട്ട് നല്ല നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള ഒരുപാട് ആളുകളാണ് വിജയ് എന്ത് ചെയ്തിട്ടുള്ളത്, MLA-മാരാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു വിദ്യാസമ്പന്നമായിട്ടുള്ള ഒരു കൂട്ടം തന്നെ ആവുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പുരോഗതി അവരുടെ പാർട്ടിയിൽ നിന്ന് തമിഴ്നാട്ടിൽ പ്രതീക്ഷിക്കാം, അല്ലെ? അപ്പോൾ നമ്മുടെ കേരളത്തിലും ടി.വി.കെ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം വയനാട്ടിൽ, ഇപ്പോൾ ട്രിവാൻഡ്രത്ത്, കൊച്ചിയിൽ, കോഴിക്കോട്, ഇങ്ങനെ പല സ്ഥലത്തും ടി.വി.കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ടി.വി.കെ വിജയുടെ ഈ മന്ത്രിസഭയെ കുറിച്ച് പല ആളുകൾക്കും ഒരു ക്യൂരിയസ് ഉണ്ടാവും. അപ്പോൾ എന്താണ് ഇവരുടെ പാർട്ടിയിൽ വിജയുടെ അടുത്ത ആളുകൾ ആരൊക്കെയാണ്, അതുപോലെ തന്നെ വിജയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് ആരൊക്കെയാണ്, ഇവരുടെ മന്ത്രിസഭയിൽ ഏറ്റവും ടോപ്പ് ലെവലായിട്ട് വരുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത്, അല്ലെ? ടി.വി.കെനെ ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ ജോസഫ് വിജയനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരു ഇത് അറിയാൻ വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വിജയുടെ മന്ത്രിസഭയിൽ ആദ്യം തന്നെ പറയേണ്ട ഒരു വ്യക്തിയാണ് എൻ ആനന്ദ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. അതായത് ടി.വി.കെയുടെ രണ്ടാമത്തെ പ്രധാനിയാണ് ഇദ്ദേഹം, എൻ ആനന്ദ്. ടി.വി.കെയുടെ രണ്ടാമത്തെ പ്രധാനി, വിജയുടെ വിശ്വസ്തനുമാണ് എന്ത് ആനന്ദ്. വിജയുടെ ഏറ്റവും വിശ്വസ്തനായ, ടി.വി.കെയിൽ വിജയ്ക്ക് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. വിജയ് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ഒരു പ്രധാനിയായിട്ട് വരുന്ന ആൾ കൂടിയാണ് ആര്, ആനന്ദ്. പുതുച്ചേരി മുൻ MLA-യും വിജയ് മക്കൾ ഇയക്കത്തിന്റെ മുൻ നേതാവും നിലവിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുമാണ് ആനന്ദ്. ഇനി അടുത്തതായിട്ട് ആദവ് അർജുൻ എന്ന് പറയുന്നത്, ആദവ് അർജുന. ഇദ്ദേഹം ടി.വി.കെയുടെ ഇലക്ഷൻ ക്യാമ്പയിൻ മാനേജ്മെന്റ് ജനറൽ സെക്രട്ടറിയാണ്. വിജയും എൻ ആനന്ദും കഴിഞ്ഞാൽ ടി.വി.കെയിൽ പ്രധാനിയാണ് ആദവ് അർജുന. ലോട്ടറി രാജാവ് സാന്റിയാഗോ മാൾട്ടിന്റെ മകളുടെ ഭർത്താവാണ്. മുൻ VC-കെ നേതാവ് കൂടിയാണ് ആദവ് അർജുന. മൂന്നാമതായിട്ട് വരുന്നത് ആരാണ്, രാജ് മോഹൻ എന്ന വ്യക്തിയാണ്. രാജ് മോഹൻ സാമൂഹിക വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ഒരു യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്നുണ്ട്. രാജ് മോഹന് ടെലിവിഷൻ പരിപാടികളിലൂടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ജൻസികൾക്കിടയിൽ വോട്ടർമാരെ, ജൻസികളെ കൂടുതൽ പാർട്ടിയുമായി ആകർഷിക്കാനും അവരുടെ കൂടുതൽ വോട്ട് പാർട്ടിയിലേക്ക് കൊണ്ടുവരാനും ഈ രാജ്മോഹനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ വലിയൊരു ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ടി.വി.കെയിൽ വലിയൊരു നേതൃ പങ്കാണ് ഈ രാജ്മോഹൻ വഹിച്ചിട്ടുള്ളത്. ചെറുതൊന്നുമല്ല, ടി.വി.കെക്ക് നല്ലൊരു ഗുണം തന്നെയാണ് രാജ്മോഹനെ കൊണ്ട് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് CTR നിർമ്മൽ കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ടി.വി.കെ ഡിജിറ്റൽ വിഭാഗം തലവനാണ് നിർമ്മൽ കുമാർ. വിജയുടെ വലം കൈ കൂടിയാണ് നിർമ്മൽ കുമാർ. നല്ല വിശ്വസ്തനാണ്. മുൻപ് BJP-യുടെ IT വിങ്ങിലും പിന്നീട് AIADMKയുടെ സോഷ്യൽ മീഡിയ ടീമിലും പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് നിർമ്മൽ കുമാർ. ഇപ്പോൾ ടി.വി.കെയിൽ പ്രധാന പങ്കാണ് വഹിക്കുന്നത്. വിജയുടെ അടുത്ത ആൾ കൂടിയാണ്. ഇനി അടുത്തതായി KG അരുൺരാജാണ്. KG അരുൺരാജ് മുൻ ഡോക്ടറാണ്. പിന്നീട് ഇന്ത്യൻ റവന്യൂ സർവീസ്, തമിഴ്നാട്, ബീഹാർ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് ടി.വി.കെയിൽ ചേർന്ന വ്യക്തി കൂടിയാണ് അരുൺരാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വ്യക്തി. പി വെങ്കിട്ടരമണൻ ടി.വി.കെയുടെ ട്രഷററാണ്. ഓക്കെ, ഇദ്ദേഹം കൊമേഴ്സ്, നിയമം എന്നിവയിൽ ബിരുദം നേടിയ ഒരു വ്യക്തി കൂടിയാണ്. ടി.വി.കെയുടെ മണ്ഡലം തിരിച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു വ്യക്തി കൂടിയാണ് പി വെങ്കിട്ടരമണൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. അടുത്ത് KA സെങ്കോട്ടയ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. 9 തവണ MLA, മുൻ AIADMK നേതാവാണ്. 2025 ടി.വി.കെയിൽ ചേർന്നു. 2025 തന്നെയാണ് ടി.വി.കെ പാർട്ടി തന്നെ സജീവമായിട്ട് തമിഴ്നാട്ടിൽ വന്നിട്ടുള്ളത്. 2-2.5 വർഷം കൊണ്ട് ടി.വി.കെ അതെന്ത് പാർട്ടി സജീവമാക്കി അധികാരം വരെ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പിടിച്ചെടുത്ത്. ഇദ്ദേഹം 2025 ടി.വി.കെയിൽ ചേർന്നു. ജയലളിത, എടപ്പാടി പളനിസ്വാമി സർക്കാരുകളിൽ മന്ത്രിയായ കൂടി വ്യക്തിയാണ് സെങ്കോട്ടയ്യൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി എന്തെങ്കിലുമൊക്കെ കാണാതെ ടി.വി.കെയിൽ വരില്ല. അപ്പോൾ ടി.വി.കെയിൽ അത്രയും വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സെങ്കോട്ടയ്യൻ ടി.വി.കെയിൽ എത്തിയിട്ടുള്ളത്. വിജയുടെ നേതൃനിരയിലെ പ്രധാനി കൂടിയാണ് സെങ്കോട്ടയ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു പാർട്ടിയിൽ നിന്ന് വന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വെച്ചിട്ട് സെങ്കോട്ടയ്യനെ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. സെങ്കോട്ടയ്യൻ ടി.വി.കെയെ വിശ്വസിച്ചിട്ടാണ് പാർട്ടിയിൽ എത്തിയിട്ടുള്ളത്. ടി.വി.കെയും ദളപതിയും അതുപോലെ തന്നെ സെങ്കോട്ടയ്യനും തിരിച്ച് നല്ല രീതിയിൽ വിശ്വസിക്കുന്നുണ്ട്. പാർട്ടി ആ രീതിയിൽ തന്നെ സ്ഥാനത്ത് നിർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് സെങ്കോട്ടയ്യൻ എന്ന് പറയുന്നത്. ഇനി T.K. പ്രഭു എന്ന് പറഞ്ഞ വ്യക്തി, ദന്ത ഡോക്ടറായിരുന്ന T.K. പ്രഭു 2025 ടി.വി.കെയിൽ ചേർന്നു. പാർട്ടിയുടെ ശിവഗംഗ ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി കൂടിയാണ് T.K. പ്രഭു. കാരിക്കുടി മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് സിറ്റിംഗ് MLA-യെ പരാജയപ്പെടുത്തി നാം തമിഴർ കക്ഷിയുടെ സീമാനെ 3ാം സ്ഥാനത്തേക്ക് തള്ളിയാണ് T.K. പ്രഭു വിജയം കൈവരിച്ചിട്ടുള്ളത്. ഇനി S. കീർത്തന
എസ് കീർത്തന. ഒരേ ഒരു വനിതാ മന്ത്രി കൂടിയാണ് എസ് കീർത്തന. ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി കൂടിയാണ് എസ് കീർത്തന. ശിവകാശിയിൽ നിന്നുള്ള ആദ്യ വനിതാ MLA കൂടിയാണ് ആര്? കീർത്തന. പൊളിറ്റിക്കൽ കൺസൾട്ടന്റ്, സ്ട്രാറ്റജിക്, IPIC പോലെയുള്ള കമ്പനികൾ പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് കീർത്തന. MK യുടെ ക്യാമ്പയിനുകൾ കൈകാര്യം ചെയ്ത ഒരു സ്ത്രീ കൂടിയാണ് എസ് കീർത്തന എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. അപ്പോൾ TVKയിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള കുറച്ച് പേരെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനിയും ഒരുപാട് ആളുകളുണ്ട്. അതിൽ ഏറ്റവും മുൻനിരയിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ആളുകളെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം TVK നല്ല രീതിയിൽ വിജയുടെ സത്യപ്രതിജ്ഞയൊക്കെ നമ്മൾ കണ്ടതാണ്. സി ജോസഫ് വിജയനും എന്താണ് ഒരു സിനിമ സ്റ്റൈലിലാണ് TVK നമ്മുടെ വിജയ് സത്യപ്രതിജ്ഞ ഇതല്ലേ. ഇന്നവരെ ആരും കാണാതെ കേരളത്തിലും തമിഴ്നാട്ടിലും ഇന്നവരെ ആരും മറ്റെവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നമ്മളൊരു കേരളക്കാരാണെങ്കിൽ നമുക്ക് ഈ തമിഴ്നാട്ടിലെ ഇവരെ സത്യപ്രതിജ്ഞയും കാര്യങ്ങളും ഇവരെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ ആകാംക്ഷയാണ്. നമ്മൾ ഇവിടുത്തേനേക്കാളും കൂടുതൽ ഇതിങ്ങനെ കാണാൻ നമുക്കൊരു എന്താ പറയുക അത്രയ്ക്കും ആഗ്രഹം വരികയാണ്. അപ്പൊ അത്രയ്ക്കും മാസ് എൻട്രിയോട് കൂടിയിട്ട് അത്രയ്ക്കും ഒരു സിനിമ സ്റ്റൈലിൽ കൂടിയിട്ട് ആളുകളെ രോമാഞ്ചം കൊള്ളിപ്പിക്കുന്ന രീതിയിലാണ് തമിഴ്നാട്ടിൽ TVK അധികാരത്തിൽ വന്നിട്ടുള്ളതും അവരുടെ മന്ത്രിസഭ സത്യപ്രതിജ്ഞ സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ളതും. ഓക്കെ, പിന്നെ ഈ കേരളത്തിൽ എങ്ങനെയാണ് TVK വരുന്നത്? ഇനിയിപ്പോ 5 വർഷം കഴിയുമ്പോഴേക്ക് കേരളത്തിലും TVK നല്ലൊരു പൊസിഷൻ ഉണ്ടാക്കി എടുക്കോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം ഗൈസ്. അപ്പോൾ ബൈ.